ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. നന്ദുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതിൻ്റെ സങ്കടത്തിലാണ് നവിയും നയനയും തിരിച്ച് വീട്ടിലേക്ക് കയറി വരുന്നത്. അപ്പോൾ ഹാളിൽ അജയൻ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചെന്ന ഉടനെ നയന പറയുന്നുണ്ട്, ചെറിയച്ച നന്ദുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് പറയും. എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ പറയും, അതറിയത്തില്ല, ഞങ്ങൾ മാക്സിമം ചോദിച്ചു എന്തിനാണെന്ന്, പക്ഷേ അവരെന്തിനാണെന്ന് പറഞ്ഞില്ല, സ്റ്റേഷനിൽ വന്നിട്ട് പറയാമെന്നാണ് പറഞ്ഞ് അങ്ങനെ നന്ദുവിനെ കൊണ്ടുപോയെന്ന് പറയും. നിങ്ങൾ നന്നായിട്ട് തിരക്കുണ്ടായിരുന്നോ എന്നൊക്കെ അജയൻ ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ എതിർത്തൊക്കെ നോക്കിയായിരുന്നു, പക്ഷേ നടന്നില്ല, അവർ കൊണ്ടുപോയി, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേന് അനാമികയും ദേവയാനിയൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ അനാമിക പറയും, അവൾ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കാണുമോ, അതുകൊണ്ടായിരിക്കും അവളെ പോലീസ് കൊണ്ടുപോയത്, ഇവളെയൊക്കെ രക്ഷിക്കാനായിട്ട് പോകാൻ അച്ഛന് വേറെ പണിയൊന്നുമില്ല എന്നൊക്കെ അനാമിക ചോദിക്കുമ്പോഴത്തേന് അജയൻ വഴക്ക് പറയുന്നുണ്ട്. മോളെ, ഇങ്ങനൊരു സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെയാണ് മറുപടി പറയേണ്ടത്, ആ കുട്ടി ഒരു തെറ്റും ചെയ്യത്തില്ല, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്ന് പറയും. അപ്പോൾ ദേവയാനി ഒന്നും മിണ്ടാതെ തന്നെയാണ് നിൽക്കുന്നത്. നയന ഭയങ്കര കരച്ചിലാണ്. എന്നിട്ട് നയന പറയുന്നുണ്ട്, നന്ദുവിനെ വണ്ടിയിലേക്ക് കയറ്റിക്കൊണ്ട് പോയപ്പോൾ എനിക്ക് സങ്കടം സഹിക്കാതെ വയ്യാഞ്ഞിട്ട് എൻ്റെ ദേഹം അങ്ങ് തളരുന്ന പോലെ തോന്നി എന്നൊക്കെ പറയുമ്പോഴത്തേന് ദേവയാനിക്ക് പെട്ടെന്ന് സങ്കടം വരുന്നുണ്ട്. നയനയ്ക്ക് വല്ല വയ്യാഴിയോ ഉണ്ടാകുമോ എന്നുള്ള ഒരു ടെൻഷനാണ് ദേവയാനിക്ക്. എന്നിട്ട് സിറ്റിയിലോട്ട് ഇരുന്നങ്ങ് കരയുകയാണ് നയന. അത് കാണുമ്പോഴത്തേന് ദേവയാനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമുണ്ട്, പക്ഷേ പുറത്തങ്ങനെ കാണിക്കുന്നൊന്നുമില്ല. അപ്പോൾ അജയൻ പറയും, ഏട്ടത്തി എന്തായാലും ഈ സമയത്തൊന്നും അല്ല വാശിയും വൈരാഗ്യമൊന്നും കാണിക്കേണ്ടത്, ആ കുട്ടി നാളെ ട്രെയിനിങ്ങിന് പോകേണ്ടതല്ലായിരുന്നു, അതിൻ്റെ ഭാവിയെ ബാധിക്കുന്ന കാര്യമല്ലേ ഇന്നിപ്പം ഈ നടന്നിരിക്കുന്നത്, ഏട്ടത്തി എങ്ങനെയും ആ കുട്ടിയെ ഒന്ന് രക്ഷിക്കണം എന്നൊക്കെ പറയും. ദേവേനെ വിഷയമൊന്നും മിണ്ടുന്നൊന്നുമില്ല. അന്നേരം ആദർശിനെയും ജയനെയും വിളിച്ച് പറയാമെന്നൊക്കെ അജയൻ പറയുന്നുണ്ട്. അതിനിടെ അനാമിക പറയുന്നുണ്ട്, അവൾ എല്ലാവരുടെയും തോളെ കയറി നടക്കുന്നതാണ്, എല്ലാവരുമായിട്ടൊക്കെ വല്ലതും തല്ലൊക്കെ ഉണ്ടാക്കി കാണും, അപ്പോൾ അവരാരെല്ലാം കേസ് കൊടുത്തതായിരിക്കും എന്നൊക്കെ പറയും. അത് കേൾക്കുമ്പോഴത്തേന് നവി പറയും, നീ തന്നെ ഇങ്ങനെ പറയണം, കല്യാണത്തിന് മുമ്പ് നിന്നെ ഗുണ്ടകൾ തട്ടിക്കൊണ്ട് പോയപ്പം രക്ഷിച്ചെടുത്തത് അവളല്ലേ എന്നൊക്കെ ചോദിക്കും. അത് നിങ്ങളുടെ പ്ലാനാണോ എന്ന് എനിക്കൊരു സംശയമുണ്ടെന്ന് അനാമികയും പറയുന്നുണ്ട്. അങ്ങനെ പറയുമ്പോഴത്തേന് ദേവയാനി ഇങ്ങനെ മനസ്സിലോർക്കുന്നുണ്ട്, എനിക്ക് എൻ്റെ മോളുടെ സങ്കടം കണ്ടുകൊണ്ടിരിക്കാൻ വയ്യ, അതുകൊണ്ട് അവളുടെ അനിയത്തിയെ എങ്ങനെയും രക്ഷിക്കണം എന്ന് മനസ്സിലോർത്ത് നിൽക്കുന്നു. അനാമിക അവിടെ നിന്ന് ചെന്നിട്ട് നേരെ റൂമിൽ ചെന്ന് ഫോൺ എടുത്ത് വേണുവിനെ വിളിക്കുന്നുണ്ട്. അച്ഛാ, എനിക്ക് സന്തോഷമായി, ഇവിടെ എല്ലാ അവളുമാരും നിലവിളിയൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്ന് പറയും. എനിക്കത് മതി മോളെ, മോളുടെ സന്തോഷത്തിന് വേണ്ടിയല്ലേ ഞാനിതെല്ലാം ചെയ്യുന്നത് എന്ന് പറയും. അവളെന്തായാലും അറസ്റ്റിലായല്ലോ, അതൊരു സന്തോഷമുള്ള കാര്യം, അവളിനി പോലീസൊന്നും ആകത്തില്ല എന്ന് പറയും. ഇനി അവൾക്ക് ജാമ്യം പോലും കിട്ടത്തില്ല മോളെ, അവൾ ഒരു ചെറുപ്പക്കാരനെ എടുത്തിട്ട് അടിച്ചു, അതിന് പകരം ഇപ്പോൾ അവൾ അകത്തായിരിക്കുന്നത്. അന്ന് ഒരു പെൺകുട്ടിയെ ശല്യം ചെയ്തെന്ന് പറഞ്ഞാണല്ലോ ഇവൾ ഒരു ചെറുപ്പക്കാരനെ തല്ലിയത്, ആ പെൺകുട്ടിയാണ് ഇവക്കെതിരെ മൊഴി കൊടുത്തിരിക്കുന്നത്, വെറുതെ പോയ ഒരു ചെറുപ്പക്കാരനെ ഇവൾ തല്ലിയെന്ന് പറഞ്ഞാണ് അവൾ മൊഴി കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ഇവൾക്ക് ജാമ്യം കിട്ടത്തുമില്ല, അവൾ പുറത്തിറങ്ങത്തുമില്ലെന്ന് പറയും. പിന്നെ എനിക്ക് സന്തോഷമുണ്ടെന്ന് പറഞ്ഞ് ഉമ്മ എന്നൊക്കെ പറഞ്ഞാണ് അവൾ ഫോൺ വെക്കുന്നത് അനാമിക. അപ്പോൾ അങ്ങോട്ട് വരുന്ന രേവതി ചോദിക്കുന്നുണ്ട്, വേണുവേട്ട മോളായിരുന്നോ, മോൾക്ക് സന്തോഷമായോ എന്ന്. മോളായിരുന്നു, അവൾക്ക് ഒരുപാട് സന്തോഷമായി, അവിടെ ഇപ്പോൾ എല്ലാവരുടെ കൂടി കരച്ചിലും ബഹളവും ഒക്കെ ആയെന്നാണ് പറഞ്ഞ് കേട്ടെന്ന് പറയും. എന്തായാലും അവൾക്കും മാത്രമല്ല, അവിടെ ചേച്ചിമാരും ഇനിയും കരയട്ടെ, എന്നാന്ന് വെച്ചാൽ നമ്മുടെ മോൾ ഇത്ര നാളും കരഞ്ഞില്ലേ, ഇനി നമ്മുടെ മോൾ കുറച്ച് നാൾ ചിരിക്കുകയും ചെയ്യാം എന്നൊക്കെ പറയും. മൂർത്തി സാറിനാണെങ്കിൽ പോലീസിൽ മാത്രമല്ല മന്ത്രിമാരൊക്കെ ആയിട്ട് വലിയ കൈയുള്ളതാണ്, അപ്പോൾ അവരെ വഴി എങ്ങാനുമൊക്കെ അവളെ രക്ഷിച്ചെടുക്കുമെന്ന് വയ്ക്കും. അതിനൊന്നും വഴിയില്ല. പിന്നെ ഈ മൂർത്തി ജ്വല്ലറി പോലുള്ളവരൊക്കെയാണ് ഈ രാഷ്ട്രീയക്കാരെയൊക്കെ വളർത്തുന്നത്. തിരഞ്ഞെടുപ്പൊക്കെ ആകുമ്പോഴത്തേന് കോടികൾ അവരുടെ ഫണ്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നത്, അതുകൊണ്ട് ഇവരൊക്കെ പറയുന്നത് അവർക്ക് കേൾക്കാതിരിക്കാനും പറ്റത്തില്ല. എന്നാലും വേണ്ടില്ല, അവൾ ജയിലിലാകുക തന്നെ ചെയ്യും, തിരിച്ചു വരുമ്പോൾ അവൾക്ക് വേറെ എന്തെങ്കിലും ജോലിക്ക് പോകാം, അല്ലാതെ ഈ പോലീസ് പണിയൊന്നും അവൾക്ക് ഇനി കിട്ടത്തേ ഇല്ല എന്ന് പറയും. അങ്ങനെ തന്നെ വേണം, ഇനി അവൾ അനുഭവിക്കണമെന്നൊക്കെ പറഞ്ഞ് രേവതി ഇരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് സ്റ്റേഷനിൽ ഇരിക്കുന്ന നന്ദുവിനെയാണ്. അപ്പോൾ നന്ദുവിൻ്റെ അടുത്തോട്ട് SI വന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് അനന്തപുരിക്കാരെയൊക്കെ അറിയാം, അവിടുത്തെ ഒരുത്തനുമായിട്ട് ഇന്നാളൊന്ന് കോർത്തതാണ്, ആ ഒരു വൈരാഗ്യം അത് ഞങ്ങൾ തമ്മിൽ അടിച്ച് തീർത്തതാണ്, പക്ഷേ ഇപ്പം ഞാൻ ആ വൈരാഗ്യത്തിൻ്റെ പേരിലൊന്നും അല്ല കുട്ടിയെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്, അത് വേറൊരു കേസിൻ്റെ കാര്യത്തിലാണ്. കുട്ടി റോഡിൽ പോയി ഒരു ചെറുപ്പക്കാരനെ പ്രകോപിതനായിട്ട് തല്ലിയെന്നൊക്കെ പറഞ്ഞുള്ള കേസാണെന്ന് പറയും. അതൊരു പെൺകുട്ടിക്ക് നേരെ അവൻ അപമര്യാദയായി പെരുമാറിയതിൻ്റെ പേരിലാണ് ഞാൻ തല്ലിയെന്ന് പറയും. എന്തായാലും SI സെലക്ഷൻ കിട്ടിയതല്ലേ ഉള്ളൂ, അല്ലാതെ SI ഒന്നും ആയില്ലല്ലോ, നിയമം കയ്യിലെടുക്കാൻ ആർക്കും ഇവിടെ അവകാശമൊന്നുമില്ല, അതുകൊണ്ട് കുട്ടി ചെയ്തത് തെറ്റ് തന്നെയാണ്, ഇനി നേരെ കോടതിയിൽ നിന്ന് മാത്രമേ ജാമ്യമൊക്കെ
ജാമ്യമൊക്കെ കിട്ടത്തുള്ളൂ എന്നൊക്കെ പറയും. സാർ, എനിക്ക് SI സെലക്ഷൻ കിട്ടിയതിൻ്റെ പേരിൽ അത് പോകാതിരിക്കാൻ വേണ്ടി ആരും എന്നെ ചതിച്ചതാണെന്ന് പറയും. അതൊക്കെ ഇനി പ്രൂവ് ചെയ്യേണ്ട കോടതിയിലല്ലേ. ഇങ്ങനെ ഒരു മൊഴി വന്ന സ്ഥിതിക്ക് അത് ഞങ്ങൾക്ക് കേസാക്കിയേ പറ്റത്തുള്ളൂ. പിന്നെ ആ പെൺകുട്ടിയാണ് മൊഴി പറഞ്ഞിരിക്കുന്നത്, ദൃക്സാക്ഷിയായിട്ട് ആ പെൺകുട്ടി പറഞ്ഞിരിക്കുന്നു. പിന്നെ താൻ തല്ലിയ ആ ചെറുപ്പക്കാരൻ്റെ വാരിയെല്ലിനൊക്കെ കംപ്ലൈൻ്റ് ഉണ്ട്, ഇത്രയും വലിയ തല്ലൊക്കെ കൊടുത്തതല്ലേ, അപ്പോൾ അതൊരു പ്രശ്നമായി മാറുമെന്ന് പറയും. ഞങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടി മാത്രമേ ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ട് കുട്ടി ഞങ്ങളോട് സഹകരിച്ച് അവിടെ പോയിരിക്കണമെന്ന് പറഞ്ഞ് SI നന്ദുവിനെ പറഞ്ഞു വിടുന്നുണ്ട്. ആ സമയത്തൊരു വക്കീൽ വരുന്നുണ്ട്. നന്ദുവിനെ ജാമ്യത്തിലെടുക്കാനാന്ന് പറയുമ്പോഴത്തേന് SI പറയുന്നുണ്ട്, അത് നടക്കില്ല, നാളെ കോടതിയിൽ നിന്ന് മാത്രമേ നടക്കത്തുള്ളൂ എന്ന് പറയും. അതെന്താ, ആ കുട്ടി അങ്ങനെ വലിയ തെറ്റൊന്നും ചെയ്തില്ലല്ലോ എന്ന് പറയും. അതല്ല, ആ ഒരു ചെറുപ്പക്കാരനെ തല്ലിയില്ലേ, അപ്പോൾ ഒരു പെൺകുട്ടിക്ക് വേണ്ടിയാണ് തല്ലിയെന്ന് പറയുന്നത്. പക്ഷേ ആ പെൺകുട്ടി നേരെ മറിച്ചാണ് മൊഴി നൽകിയിരിക്കുന്നത്. ഞങ്ങൾക്ക് സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ലേ കേസ് എടുക്കേണ്ടത്. അത് കാരണം ഞങ്ങൾ കേസ് എടുത്തിരിക്കുന്നത് കാരണം ഇനിയിപ്പം നാളെ മാത്രമേ നടക്കത്തുള്ളൂ, ഇന്ന് എന്തായാലും ജാമ്യം തരാൻ പറ്റത്തില്ല എന്ന് പറയും. എന്തായാലും ആ കുട്ടി നാളെ ഒരു SI ആയിട്ട് വരേണ്ട കുട്ടിയാണ്. നിങ്ങളുടെ സഹപ്രവർത്തകയായിരിക്കുമ്പോൾ അതിൻ്റേതായ ഒരു മാന്യതയൊക്കെ ആ കുട്ടിക്ക് കൊടുക്കേണ്ടതെന്ന് ചോദിക്കും. ഞങ്ങൾ നല്ല മാന്യമായിട്ട് തന്നെയാണ് ആ കുട്ടിയോട് പെരുമാറിയിരിക്കുന്നത്, പക്ഷേ ഞങ്ങൾക്ക് കേസ് എടുക്കേണ്ട ഗതികേടുള്ളത് കാരണം ഞങ്ങളത് ചെയ്തേ പറ്റത്തുള്ളല്ലോ എന്ന് പറയുന്നുണ്ട്. വക്കീൽ പറയാം, എന്നാൽ ശരി, ഞാൻ ആ കുട്ടിയോടൊന്ന് സംസാരിച്ചിട്ട് പൊക്കോളാം എന്ന് പറയും. അതിനെന്താന്ന് SIയും സമ്മതിക്കുന്നുണ്ട്. വക്കീൽ തിരിച്ചു വരുമ്പോഴത്തേന് വക്കീലിനെ കാത്ത് ദേവയാനി അവിടെ നിൽപ്പുണ്ട്. അപ്പം ദേവയാനി ചോദിക്കുന്നുണ്ട്, അങ്കിളെ എങ്ങനെയായി, ജാമ്യം കിട്ടുമെന്നോ? ഇല്ല, അതൊരു രക്ഷയില്ല, ആ കുട്ടിയെ ആരാണ്ട് കുടുക്കിയതാ, അല്ലാതെ ഇങ്ങനെ ഒരു ഇത് വരത്തില്ലല്ലോ, നാളെ കോടതിയിൽ നിന്ന് ജാമ്യം എടുക്കാനേ പറ്റത്തുള്ളെന്നാ പറഞ്ഞെന്ന് പറയും. നമ്മൾ ഇതിൻ്റെ എല്ലാ സോഴ്സും നോക്കിയിട്ട് നടക്കത്തില്ല എന്ന് പറയും. നാളെ അവൾ ട്രെയിനിങ്ങിന് പോകേണ്ടതാണ്, അതിന് എതിരെ ആരോ പ്രവർത്തിച്ചതാണ് ഈ പണിയൊക്കെ എന്ന് പറയുമ്പോഴത്തേന് വക്കീൽ പറയുന്നുണ്ട്, അല്ലെങ്കിലും നന്ദു ഒരു നല്ല പുലി തന്നെയാണ്. അവൾ പറഞ്ഞത്, ഞാൻ എങ്ങാനും ജയിലിൽ പോയിട്ട് എനിക്ക് ട്രെയിനിങ്ങിന് പോകാൻ പറ്റിയില്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ എന്നെ ഇങ്ങനെ കുടുക്കി വരെ ഞാൻ തീർത്ത് കളയുമെന്നാണ് പറഞ്ഞെന്ന്. അപ്പോഴത്തേന് ദേവയാനി പറയുന്നുണ്ട്, അവൾ തീർക്കണ്ട, ഞാൻ തന്നെ തീർത്ത് കളയും എല്ലാത്തിനെയും, ആരെയാണെന്ന് വെച്ചാൽ ഞാൻ തപ്പിപ്പിടിച്ച് എല്ലാവരെയും ശരിയാക്കി കളയും എന്നൊക്കെ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്. പിന്നെ അങ്കിൾ എങ്ങനെയും രാവിലെ തന്നെ അവൾക്ക് ജാമ്യം എടുത്തേ പറ്റത്തുള്ളൂ എന്ന് പറയും. അതിനെന്താ നമ്മൾ മാക്സിമം നോക്കുമെന്ന് വക്കീലും പറയുന്നുണ്ട്. എന്താ അങ്കിള് ഇത് ഞാൻ വന്ന് പറഞ്ഞു എന്നുള്ള കാര്യം ആദർശിനോടും ജേട്ടനോടും ഒന്നും പറയണ്ടെന്ന് പറയും. ഞാൻ അവരോടൊന്നും പറയത്തില്ല, എനിക്ക് അവരുമായിട്ടുള്ള ബന്ധത്തേക്കാൾ കൂടുതൽ ബന്ധം ദേവയാനിയായിട്ടല്ലേ എന്ന് ചോദിക്കും. എന്നാൽ ഞാൻ പോവാം അങ്കിൾ എന്ന് പറഞ്ഞ് ദേവയാനി ഇങ്ങ് പോരുന്നുണ്ട്. നയനയും നവ്യയും സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണ് ആദർശ് അങ്ങോട്ട് കയറി വരുന്നത്. ആദർശേട്ടാ എങ്ങനെയായി, ജാമ്യം കിട്ടുമോ എന്നൊക്കെ നയന ചോദിക്കുന്നുണ്ട്. ഇല്ല, ഇന്ന് എന്തായാലും കിട്ടത്തില്ല, നാളെ കിട്ടത്തുള്ളൂ എന്ന് പറയും. വീട്ടിൽ ആരും അറിഞ്ഞിട്ടില്ല, അമ്മയും അച്ഛനും ഇതറിഞ്ഞാൽ ഭയങ്കര സങ്കടമായി പോവും അവർക്ക് എന്ന് പറയും. എന്തായാലും അത് ഉടനെ അറിയിക്കണ്ട എന്ന് ആദർശ് പറയും. എന്നാൽ ഞങ്ങൾ വീട്ടിൽ വരെ പോയിട്ട് വരാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റേഷൻ വരെ പോകാമെന്നും നയന പറയുന്നുണ്ട്. എന്നാൽ നിങ്ങൾ പോയിട്ട് വരാൻ പറഞ്ഞ് ആദർശ് ഇവരെ വിടും. എന്നിട്ട് ഇവർ രണ്ടുപേരൂടെ തിരിച്ച് നയനയുടെ നവ്യയുടെ വീട്ടിൽ ചെല്ലുന്നുണ്ട്. അപ്പം ഗോവിന്ദൻ ഇറങ്ങി വരുമ്പോഴത്തേന് നിങ്ങൾ രണ്ടുപേരും വന്നോ, എന്നിട്ടും നിങ്ങളുടെ കൂടെ ഷോപ്പിങ്ങിന് പോകാൻ വന്ന് ട്രെയിനിങ്ങുകാർ എന്ത് ചെയ്യുന്നൊക്കെ ചോദിക്കും. അപ്പം അവൾക്ക് കുറച്ച് ഫ്രണ്ട്സിനെ കാണാനുണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയേച്ചാൽ അവളിനി നാളെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറേ നാൾ കഴിഞ്ഞല്ലേ വരത്തുള്ളൂ, അതുകൊണ്ട് അവൾ വന്നില്ല എന്ന് ഇവർ പറയും. അപ്പോൾ ആ സമയത്ത് കനക അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. എല്ലാവരും ആവശ്യത്തിന് ഡ്രസ്സൊക്കെ എടുത്തോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേന് നയന പറയുന്നുണ്ട്, എല്ലാവർക്കും എടുത്തു, അച്ഛനും അമ്മയ്ക്കും എടുത്തിട്ടുണ്ടെന്ന് പറയും. അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നല്ലോ മോളെ എന്ന് ഗോവിന്ദൻ പറയുമ്പോഴത്തേന് നവ്യ പറയും, അച്ഛാ ഇവക്കിപ്പോൾ ഇഷ്ടം പോലെ ശമ്പളം കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഇവളുടെ കയ്യിൽ ഇഷ്ടം പോലെ പൈസയൊക്കെ ഉണ്ട് അച്ഛാ, അതുകൊണ്ട് കുഴപ്പമില്ല അവൾ എടുത്തതിനെന്നൊക്കെ പറയും. എന്നാൽ മോള് നന്ദുവിനെ ഇങ്ങനെ വിളിക്കുക, നമുക്കെല്ലാവർക്കും കൂടെ ഇരുന്ന് ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യാമെന്ന് ഗോവിന്ദൻ പറയുമ്പോഴത്തേന് ശരിക്കും സങ്കടം വരുന്നുണ്ട് നവ്യയ്ക്കും നയനയ്ക്കും. ഇവർ പരസ്പരം ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.